ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തി സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് ഇന്ന് OP ബഹിഷ്കരിച്ചു. ലേബർ റൂം, തീവ്ര പരിചരണ വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മുഴുവൻ ഡ്യൂട്ടിയിൽ നിന്നും ഇന്ന് അവർ വിട്ടുനിന്നു. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്നാണ് KGMCTA ഭാരവാഹികൾ പറയുന്നത്. ശമ്പള കുടിശ്ശിക ലഭ്യമാക്കുക, അനാവശ്യമായ താൽക്കാലിക സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക, മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും തസ്തിക സൃഷ്ടിക്കുകയും ചെയ്യുക, ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുവരെ നടത്തിയ അധ്യാപനം നിർത്തിവെച്ചുള്ള സമരമുറ OP നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് കടന്നതെന്ന് KGMCTA. മെഡിക്കൽ കോളേജ് OPകളിൽ ജൂനിയർ PG ഡോക്ടർമാരുടെ സേവനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്നതിനെ കുറിച്ചും ചിന്തിക്കേണ്ടി വരും. OP ബഹിഷ്കരണം മുൻകൂട്ടി പ്രഖ്യാപിച്ചതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ താരതമ്യേന കുറവായിരുന്നു. എന്നാൽ വിദഗ്ധ സേവനം ലഭിക്കേണ്ടിടത്ത് PG ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മാത്രമായി ചുരുങ്ങിയതിൽ രോഗികൾ തൃപ്തരല്ല. അവധി ദിവസമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് OPയിലും പതിവ് തിരക്കുണ്ടായില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.